സ്വപ്ന ജോലിക്കായി ഡൗൺലോഡ് ചെയ്യൂ CC ലേണിംഗ് ആപ്പ്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അപർണ സന്തോഷ്. നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണോ എങ്കിൽ CC തന്നെയാണ് നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷൻ. നമുക്കിവിടെ ഫ്രീ ആയിട്ടുള്ള ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, ഫ്രീ ക്വിസസ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ PDF അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മുടെ റാങ്ക് എത്ര, പെർഫോമൻസ് അനാലിസിസ് ഒക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ഇനി മടിച്ചു നിൽക്കേണ്ട, ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. സെറ്റിന്റെ റിസൾട്ട് വന്നപ്പോൾ CCയിൽ ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് ഇത്രയും റിസൾട്ട് നമുക്ക് CCക്ക് സ്വന്തമായിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ സ്റ്റുഡൻസിന്റെ റിവ്യൂവും കൂടെ കേട്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആണല്ലേ. നല്ല റിവ്യൂസ് ആണ് നമ്മുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് കേട്ടോ. നമ്മൾ ഒട്ടും മടിച്ചില്ല. നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെറ്റ് ആസ്ട്ര 5.0 ലോങ് ബാച്ച് നമ്മൾ കറന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ് ലെവൽ ചോദ്യങ്ങളുടെ അത്രയും ഡിഫിക്കൽട്ടീസ് ഉണ്ടോ ഇപ്രാവശ്യത്തെ സെറ്റ് എക്സാമിന്. അതായത് നമ്മുടെ ജാനുവരി 2026 എക്സാം എന്ന് പറയുന്നത് അത്യാവശ്യം ടഫ് ആയിരുന്നു. യെസ്, നമുക്കറിയാം അല്ലെ. പക്ഷെ നമ്മുടെ നെറ്റ് ലെവൽ ബേസിസിൽ അതിനെ കമ്പയർ ചെയ്യാൻ അത്രയും ടഫ്നെസ് ഉണ്ടോ നമ്മുടെ സെറ്റ് എക്സാമിന് നോക്കാം അല്ലെ. അപ്പൊ നമ്മുടെ അത്യാവശ്യം നമ്മുടെ നെറ്റിന്റെ എക്സാം UGC നെറ്റ് എക്കണോമിക്സ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കും സെറ്റും നെറ്റും ഒരുമിച്ച് അറ്റൻഡ് ചെയ്തിട്ടൊക്കെ അറിയാം. നെറ്റ് കുറച്ചുകൂടെ എന്താണ് മോഡറേറ്റ് ഡിഫിക്കൽട്ട് ആണ്. അവിടെ ഈസി എന്നൊരു സംഭവമേ നെറ്റിൽ വരാറില്ല. സെറ്റ് പക്ഷെ ഡിഫിക്കൽട്ടിലേക്ക് ഇന്നേ വരെ അങ്ങനെ പോയിട്ടില്ല. ഈസി എന്ന് പറഞ്ഞാൽ പണ്ടായിരുന്നു, ഇപ്പൊ ഏകദേശം മോഡറേറ്റ് ലെവലിൽ തന്നെയാണ് നമ്മുടെ സെറ്റ് എക്സാം നിൽക്കുന്നത് അല്ലെ. പക്ഷെ ഈ ഗ്യാപ്പ് കുറഞ്ഞു വരും. നേരത്തെ സെറ്റിന്റെ എക്സാം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഭയങ്കര എളുപ്പമുള്ള എക്സാമിനും ഇപ്പൊ അവർ കുറച്ചുകൂടെ കട്ടിയാക്കി കോൺസെപ്റ്റ്സ് ഒക്കെ ഭയങ്കര നന്നായിട്ട് അറിയുന്നവർക്ക് മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ അവരെ ആക്കുകയാണ്. അതുകൊണ്ട് ആ ഗ്യാപ്പ് റെഡ്യൂസ്. പക്ഷെ സെറ്റും നെറ്റും ആ ഒരു ലെവലിൽ ഉടനെ എന്തായാലും എത്തത്തില്ല. പക്ഷെ എന്തായാലും സെറ്റ് ടഫർ ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ 2026 ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വെൽ ബാലൻസ്ഡ് ആയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. കാരണം നമ്മുടെ സിലബസിനെ മൊത്തം ഏകദേശം ഒന്ന് കവർ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അതുപോലെ നമ്മുടെ അഡ്വാൻസ് ടോപ്പിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്, അതായത് നമ്മുടെ കോൺസെപ്ച്വൽ ഡെപ്ത് ഉള്ളവർക്ക് മാത്രമാണ്. അത് നന്നായിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി കഴിഞ്ഞറിയാൻ പറ്റും ഈ ഒരു സംഭവത്തെ പറ്റി. ഇപ്പൊ ഐസോക്കൻഡ് ആയിക്കോട്ടെ, സ്റ്റോപ്ലർ സാമ്പിൾസിന്റെ തിയറി ആയിക്കോട്ടെ, ആ തിയറിയെ പറ്റി, ആ ഒരു കൺസെപ്റ്റിനെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുമോ എന്ന് കൃത്യമായിട്ട് അളക്കാൻ പറ്റുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പാറ്റേണിൽ ആ ഒരു ചേഞ്ച് വന്നു നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. അതുപോലെ നമുക്ക് ക്വസ്റ്റ്യന്റെ നേച്ചർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജാനുവരിത്തെ എക്സാം എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഭയങ്കര കോൺസെപ്ച്വൽ. നമുക്ക് ക്വസ്റ്റ്യൻസ് വളഞ്ഞ് മൂക്ക് പിടിച്ചൊന്നും ചോദിച്ചില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ആ തിയറി എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത്. അതുപോലെ തന്നെ മൾട്ടി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. എന്നാലും അത് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആ തിയറി അറിയുമെന്ന് നിങ്ങൾ നോക്കിച്ചിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് പാസ് ആവാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നെറ്റ് കുറച്ചുകൂടെ ട്രിക്ക് ചെയ്യാൻ അനലിറ്റിക്കൽ രീതിയിലാണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് കേട്ടോ. ഒരു തിയറിനെ എങ്ങനെയൊക്കെ വളച്ചൊടിക്കാൻ പറ്റും മാക്സിമം. പക്ഷെ എന്നാലും സിമ്പിൾ ക്വസ്റ്റ്യൻസ് നെറ്റിൽ ഉണ്ടാവാറുണ്ട്. എങ്ങനെയൊക്കെ വളച്ചൊടിക്കാം അത്രയും വളച്ചൊടിക്കും നെറ്റ് എന്ന് പറഞ്ഞാൽ. സോ ആ ട്രിക്കിനെസ്സിനാണ് ഡിഫറൻസ് വരെ. സിലബസ് വാസ്റ്റ് ആണ്. സെറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ സെറ്റിന്റെ സിലബസ് വാസ്റ്റ് ആണ്, നെറ്റിന്റെ സിലബസും അതിലേറെ വാസ്റ്റ് ആണ്. കാരണം എക്കണോമെട്രിക്സ് ഒക്കെ നമുക്ക് കുറച്ചതിന് സെറ്റിനുള്ളൂ, അതിന്റെ അപ്പുറം ഒത്തിരി ഉണ്ട് നമുക്ക് നെറ്റ് പഠിക്കുമ്പോൾ കേട്ടോ. അപ്പൊ ആ ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും അതിലുണ്ട്. ഇനി ഡിഫിക്കൽട്ടി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 25% നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് വലിയ തട്ടുകേടില്ല, എളുപ്പമല്ല എന്നാൽ പാടുമല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒരു 50% ക്വസ്റ്റ്യനുകളും ഉണ്ടായിരുന്നു. പാടായിട്ടുള്ളത് 25%. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നന്നായിട്ട് ഡീപ്പായിട്ട് പഠിച്ചിരുന്നെങ്കിൽ സെറ്റ് ക്രാക്ക് ചെയ്യാമായിരുന്നു. ഓക്കെ, അപ്പൊ മോഡറേറ്റ് ടു ഹൈ ലെവലായിട്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. ഇനി നമുക്കൊരു ടേബിൾ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ കോൺസെപ്ച്വൽ ലെവലില് സെറ്റിലെ എക്സാം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നെറ്റിൽ അതിലും കൂടുതലാണ്. ട്രിക്കിനെസ് അധികം ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ല, പക്ഷെ നെറ്റിൽ നല്ല ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. മൊത്തം സിലബസ് കവറേജ് രണ്ടിലും കവർ ചെയ്തിട്ട് ഡിഫിക്കൽട്ടി വെച്ച് നോക്കുകയാണെങ്കിൽ നെറ്റിനെ അപേക്ഷിച്ച് 50 to 50% ഡിഫിക്കൽട്ടി നമ്മുടെ, അല്ലെങ്കിൽ ഒരു 60% ഡിഫിക്കൽട്ടീസ് സെറ്റിന് വരുന്നുള്ളൂ. അപ്പോൾ നോക്കുകയാണെങ്കിൽ പിന്നെ വേറൊരു ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ സെറ്റിലെ കുറെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഏരിയ ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ നെറ്റിലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഭയങ്കര കുറവാണ്. ഇപ്പൊ സെറ്റിലെ സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ബാൻഡ് വാഗൺ സ്നോബ് വെബ്ലിൻ ഉണ്ടല്ലോ. സ്ഥിരമായിട്ട് ആ ഏരിയയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ സ്റ്റൈൽ മാറ്റുന്നേ ഉള്ളൂ. ആൻസർ ഇത് മൂന്നിലേക്ക് ഏതെങ്കിലും ഒന്നെന്ന രീതിയിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ ഓരിടയ്ക്ക് ചോദിച്ചിരുന്ന എഡ്ജ്വർത്തിന്റെ നമ്മുടെ കുർണോഡിന്റെ നോൺ കൊളൂസീവ് ആയിട്ട് ഓസിലേറ്റ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. റിപ്പീറ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് 2 വട്ടം. അപ്പൊ അങ്ങനത്തെ രീതിയിൽ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ മൾട്ടിക്കുലിനിയാരിറ്റി, ഓട്ടോ കോറിലേഷൻ, ഹെട്രോസെറാസിറ്റിയില്
ഏത് ടെസ്റ്റ് ആണ് സെയിം ക്വസ്റ്റ്യൻ ആണ് മൾട്ടിക്കുലിനിയായിട്ട് ചോദിക്കാറുള്ളത്. മൾട്ടിക്കുലിനിയായിട്ട് എന്താന്നുള്ള രീതിയിലും സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറുള്ളത്. അതുപോലെ നമ്മുടെ എൻവയോൺമെന്റ് വാലുവേഷനിലാണെങ്കിലും സെയിം രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അപ്പൊ അതൊക്കെ നെറ്റിൽ കുറച്ചുകൂടെ കുറവാണ്. മീൻസ് ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. പക്ഷെ ക്വസ്റ്റ്യന്റെ ആ രീതികൾ അത്ര സെയിം ആവാറില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ സെറ്റ് നമ്മളൊന്ന് വരച്ച് വിചാരിച്ചാൽ ക്രാക്ക് ചെയ്യാം. പക്ഷെ എന്താണ് ഞാൻ പറഞ്ഞു, ടഫർ ആക്കിക്കൊണ്ട് വരികയാണ്. നെറ്റിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നെറ്റിനെ ആസ്പദമാക്കിയിട്ട് ടഫറാക്കി കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് സെറ്റ് ക്രാക്ക് ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇനിയും ടഫ് ആവാനുള്ള സാധ്യത. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോഴും നിങ്ങൾ എഫേർട്ട് എടുത്ത് പഠിച്ചാൽ മാത്രമേ സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്, ടൈം ടേബിൾ ഒക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എങ്ങനെയാണ് സെറ്റ് ചെയ്ത് പഠിക്കേണ്ടതെന്നുള്ളത്. അതുകൂടാതെ തന്നെ ഏതൊക്കെ ബുക്ക് റെഫർ ചെയ്യുന്ന നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെ വേണം പഠിക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി കുഴപ്പമൊന്നുമില്ല. ഒരു 5 ദിവസം പഠിച്ചോ 6ാമത്തെ ദിവസം പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പഠിച്ചാലേ ഇതുപോലത്തെ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ കൂടെ ഒത്തിരി കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് അല്ലേ. സോ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ ഒരു പ്ലാനോട് കൂടെ പഠിക്കുക, റിവൈസ് ചെയ്യുക മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്ന് കിട്ടും, എങ്ങനെ റിവൈസ് ചെയ്യും, എങ്ങനെ ബുക്കൊക്കെ എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ CCയിൽ നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ റിസൾട്ട് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ റിസൾട്ട് അത്രയും ഗ്രാൻഡ് ആയിട്ട് റിസൾട്ട് നമ്മുടെ CCക്ക് തന്നെയാണ്. അപ്പൊ ലോങ് ടൈം ബാച്ച് കറന്റ് റണ്ണിംഗ് ആണ്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. അതുകൂടാതെ നമുക്കൊരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ ന്യൂ ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ പാസ് ചെയ്യുന്നതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്